അസ്സലാമു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുയലുകൾക്ക് തീറ്റ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ മുയലുകൾ ഭക്ഷിക്കാനുള്ള തീറ്റ നമ്മൾ നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കെടുക്കാനുള്ളത് എള്ളും പുണ്ണാക്കാണ്. ഞാനൊരു 60 മുയലിന് കൊടുക്കാനുള്ള തീറ്റയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുക്കുന്നത് എള്ളും പുണ്ണാക്ക്. ഇതൊരു 300 ഗ്രാമാണ് എള്ളും പുണ്ണാക്ക് എടുക്കുന്നത്. ഇതേമാതിരി നമുക്ക് കടലപ്പുണ്ണാക്കും തേങ്ങാ പുണ്ണാക്കും 300 ഗ്രാം വെച്ച് എടുക്കണം. അപ്പോൾ നമ്മളിത് 300 ഗ്രാം കറക്റ്റ് തൂക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് കടലപ്പുണ്ണാക്കും തേങ്ങാ പുണ്ണാക്കുമാണ് എടുക്കേണ്ടത്. എന്നാൽ എള്ളും പുണ്ണാക്ക് വേറെ പാത്രത്തിൽ എടുക്കാനുള്ള കാരണം അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു ചേരാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കടലപ്പുണ്ണാക്ക് അതേമാതിരി 300 ഗ്രാം തൂക്കിയെടുക്കണം. അപ്പോൾ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് 300 ഗ്രാം തൂക്കിയെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് തേങ്ങാ പുണ്ണാക്കാണ്. അതും ഇതേ രൂപത്തിൽ 300 ഗ്രാം നമ്മൾ തൂക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന തേങ്ങാ പുണ്ണാക്കാണ്. ആ തേങ്ങാ പുണ്ണാക്ക് നമ്മൾ നല്ല മില്ലിൽ പോയാൽ നല്ല തേങ്ങാ പുണ്ണാക്ക് കിട്ടും. അത് മേടിച്ച് ഉപയോഗിക്കുക. പുണ്ണാക്കുകളൊന്നും തിരക്കില്ലാത്ത കടകളിൽ പോയിട്ട് വാങ്ങി ഉപയോഗിക്കരുത്. കാരണം പൂപ്പൽ വന്ന പുണ്ണാക്കുകളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മുയലുകൾക്ക് രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 600 ഗ്രാം തേങ്ങാ പുണ്ണാക്കും രണ്ടും കൂടി തേങ്ങാ പുണ്ണാക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഗ്രിമിൻ ഫോട്ടാണ് വേണ്ടിയത്. അത് ഏകദേശം ഒരു 30 ഗ്രാമാണ് അഗ്രിമിൻ ഫോട്ട് വേണ്ടിയത്. അത് കറക്റ്റ് 30 ഗ്രാമിൽ കൂടാൻ പാടില്ല. ഒരു മൾട്ടി വൈറ്റമിനാണ്. കറക്റ്റ് അത് 30 ഗ്രാം 60 മുയലുകൾക്ക് പാകമായിട്ടുള്ള തൂക്കത്തിൽ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് 30 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് പുതിർത്തി വെക്കണം. ഇത് ഞാൻ സെപ്പറേറ്റ് പുതിർത്തി വെക്കുന്നതിൻ്റെ കാരണം ഇത് അലിഞ്ഞു ചേരാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഈ എള്ളും പുണ്ണാക്ക് സെപ്പറേറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇനി അതേമാതിരി തന്നെ ഇതിലും വെള്ളം ഒഴിച്ച് വെക്കുക. ഇപ്പം ഞാൻ വൈകുന്നേരത്തെ തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-2.5 മണിക്ക് നമ്മൾ ഇത് വെള്ളത്തിൽ പുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 മണി ആകുമ്പോഴത്തേന് ഏകദേശം നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ പുതിർത്തി വെച്ച് ഇനി നല്ല പുതിർന്ന് വരും. ഇനി നമുക്കിത് 5 മണി ഏകദേശം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഇത് പുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇത് പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ എള്ളും പുണ്ണാക്ക് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ അത് കുഴച്ചെടുക്കണം. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് ഉള്ളതൊക്കെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ വൃത്തിയായി കുഴച്ചെടുക്കണം. ഇത് നല്ല മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തവിടുകളാണ്. അപ്പോൾ ഈ തവിടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയാ തവിട്, ചോളത്തവിട്, ഗോതമ്പ് തവിട്, ചോളപ്പൊടി, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ തവിടുകളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അതൊരു 200 തവിട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇതാണ് തവിടുകൾ. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ച തവിടുകളാണ് ഈ തവിടുകളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും ഇത് മിക്സ് ചെയ്യുന്ന രൂപം എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്കിതിപ്പോൾ എടുക്കേണ്ടത് 2,100 60 മുയലിന് കൊടുക്കാനുള്ള തീറ്റ 100 ഗ്രാം വെച്ചിട്ട് കൊടുക്കാനുള്ള തീറ്റയാണ്. അപ്പോൾ ഇത് നമുക്ക് 2,100 തൂക്കം എടുക്കണം. ഇതിൽ ഒരുപാട് തവിടുകൾ മിക്സാണ്. അത് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് മിക്സ് ചെയ്യുന്ന രൂപം ഞാൻ കാണിച്ചു തരും. ഇത് കറക്റ്റായിട്ട് നമ്മൾ 2 kg 100 ഗ്രാം കറക്റ്റായിട്ട് തൂക്കിയെടുക്കുക. 2,100 കറക്റ്റ് തൂക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല പുട്ടിന് കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നമ്മൾ നല്ല മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നല്ല കുഴച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ടിന് കുഴക്കുന്ന അതേ രൂപത്തിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതേ പരുവത്തിലാക്കി മാറ്റണം. ഇങ്ങനെ നല്ല പുട്ടിന് കുഴക്കുന്ന രൂപത്തിൽ കുഴച്ചെടുത്തിട്ട് വേണം നമുക്കിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പരുവത്തിലാക്കി എടുക്കുക. കൂടുതൽ വെള്ളം പാടില്ല. ഇങ്ങനെ പുട്ടിന് കുഴക്കുന്ന രൂപത്തിൽ. അപ്പോൾ ഇതേമാതിരത്തെ ഒരു ഡബ്ബ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് തൂക്കി നോക്കുക. ഒരു 100 ഗ്രാം ഇതിൽ എത്ര കൊള്ളും എന്നുള്ളത് നമുക്ക് നോക്കുക. അതേ അളവിൽ എടുത്താൽ മതി. ഇപ്പം നമ്മൾ തൂക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഒരു ഡബ്ബയിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അത് 100 ഗ്രാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഡബ്ബ അളവ് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 100 ഗ്രാം കറക്റ്റാവും. അപ്പോൾ ആ 100 ഗ്രാം ഓരോ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് മുയലുകൾക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ അമ്മ മുയലിനാണ് ഇത് കൊടുക്കുന്നത്. അപ്പം എല്ലാത്തിനും 100 ഗ്രാം കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ള മുയലുകൾക്ക് നമ്മൾ ലേശം കൂട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവർക്ക് തീറ്റ കുഴക്കുന്നത് കണ്ടാൽ ഭയങ്കര ഒരു ആകാംക്ഷയാണ്. തീറ്റ എത്തും എന്നുള്ള ഒരു ഭയങ്കര ഒരു അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് അവരത് തിന്ന് തീർക്കും. അത് നമ്മൾ തീറ്റപാത്രവുമായി ഇങ്ങനെ വരുമ്പം തന്നെ നോക്കിയിരിക്കും. ഭയങ്കര രസമാണ് സംഭവം. കുഞ്ഞുങ്ങളുള്ള മുയലുകൾക്ക് നമ്മൾ ലേശം കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ പ്രസവിച്ച മുയലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലേശം കൂട്ടിയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ അമ്മ മുയലുകൾക്ക് നമ്മൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇവരെന്താണെന്ന് വെച്ചാൽ തീറ്റയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തിന്ന് തീർക്കും. തിന്നാൻ പാകമായ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ലേശം കൂട്ടിയെടുത്ത് കൊടുത്താൽ വരും. തിക്കും തിരക്കുണ്ടാക്കിയിട്ടാണ് ഇവർ തിന്ന് തീർക്കുക. എല്ലാവരും ഭയങ്കര മത്സരമാണ്. പ്രസവിക്കാനുള്ള ആളുകളാണ്. അടുത്തത് പ്രസവിച്ച ആളാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം 100 ഗ്രാം വെച്ചാൽ കൊടുക്കുക. കുഞ്ഞുങ്ങൾ ഭക്ഷിക്കാനായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ലേശം കൂട്ടിയിട്ട് കൊടുക്കും. നമ്മൾ ആൺമുയലാണ്, അതിനത്ര
100 ഗ്രാം വേണമെന്നില്ല. ഇത് നമ്മളെ മകനാണ്, ആൾ ഉഷാറാണ്. എപ്പോഴും വിളിച്ചാൽ ഓടി വന്ന് പാത്രമൊക്കെ നിരത്തി തീറ്റകളൊക്കെ ഇട്ട് കൊടുത്ത് ഉഷാറാക്കി എപ്പോഴും കൂടെ ഉണ്ടാകും. വിളിച്ചു കഴിഞ്ഞാൽ ഫാമിലേക്കൊക്കെ പെട്ടെന്ന് വന്ന് കൈകാര്യം ചെയ്യും. ഇടയ്ക്കൊക്കെ ഫാമൊക്കെ ഒന്ന് സന്ദർശിക്കും. നമ്മളൊരു മകളുമുണ്ട്, അവളാണ് രാവിലെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക. പിന്നെ തീറ്റ കൊടുക്കാനും വൈകുന്നേരത്തെ പാത്രം കഴുകാനൊക്കെ നമ്മളെ മകനാണ്. അമ്മമ്മോലിൻ്റെ ബാച്ചുകളൊക്കെ കൊടുത്ത് തീർത്ത് ഇവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവർ കുഞ്ഞുങ്ങളാണ്. ഇവർ ഓരോ ബാച്ചിലും ഒരു 6 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ലേശം തീറ്റ ഒരു 300 ഗ്രാം 400 ഗ്രാമൊക്കെ കൊടുക്കാനൊക്കെ അയക്കണം. ഇപ്പോൾ ഒരു 300 ഗ്രാം ഇപ്പിട്ട് കൊടുക്കും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം തിന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കും അവർക്ക്. അവരൊക്കെ ഏകദേശം ഒരു 100 ഗ്രാമൊക്കെ തിന്നാനുള്ള പ്രായമായി തുടങ്ങി. ഇവരൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീറ്റ കുഴക്കുന്നത് കണ്ടാൽ തന്നെ ഇവരിങ്ങനെ വെപ്രാളം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇവർക്കത് കിട്ടുന്നത് വരെ ഇവർ നെറ്റിൻ്റെ മുകളിൽ കയറി ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. തീറ്റ വെച്ച് കൊടുത്താൽ ഇവർ പെട്ടെന്നത് തിന്ന് തീർക്കുകയും ചെയ്യും. ഇവർക്ക് ഇലവർഗ്ഗങ്ങളൊക്കെ ഏകദേശം രാത്രി വൈകുന്നേരത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇലവർഗ്ഗങ്ങൾ മുകളിലിട്ട് കൊടുക്കുക. അത് നേരം വെളുക്കുമ്പോൾ അവരത് എല്ലാം തിന്ന് തീർത്ത് നല്ല ഉഷാറായിട്ട് നിന്നിട്ടുണ്ടാവും. ഇവരെല്ലാം നല്ല കാത്തിരിക്കുന്നു. ഇത് കെട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിന്ന് തീർക്കും. ഇത് നമ്മളെ മകനിതാ അടുത്ത ബാച്ചിലേക്കുള്ള പാത്രങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ബാച്ച് ഇപ്പോൾ കൊടുത്ത് ഇനി 3ാമത്തെ ബാച്ചാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫാം. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഈ തവിട് എങ്ങനെ കുഴച്ച് ഈ രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാമെന്നുള്ള ഇതാണ് അടുത്ത വീഡിയോ. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ അടുത്ത വീഡിയോക്കുമായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ നിർബന്ധമായും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് വിജയിപ്പിക്കുക. അസ്സലാമു അലൈക്കും.